ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ കാണുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ചും കൂടി പരിചയമുണ്ടാവും. എങ്ങനെയാ? പ്ലസ് വൺ ഉണ്ടായിരുന്നു. പ്ലസ് വൺ ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരും ഇത് തന്നെയാണ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. പക്ഷെ എന്നാലും ഒന്ന് രണ്ട് തൂവൽ മാറ്റമുണ്ട്. കുറച്ച് വിഷയമാണ് അവൻ പ്ലസ് ടുവിൽ എത്തുമ്പോൾ കുറച്ചധികം പഠിക്കാൻ വേണ്ടിയുണ്ട്. നമുക്ക് പ്ലസ് ടു ക്ലാസ് പരിശോധിക്കുമ്പോൾ ഒരിക്കലും പ്ലസ് വൺ പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. പക്ഷേ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയും ഈ ചാപ്റ്റർ ദി ഈസിയസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് സെം എക്സാം, അതായത് ഓണപരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാ മക്കളും ഈ ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് അത്രമേൽ ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് ഒരാൾ പോലും ലാസ്റ്റ് മിനിറ്റിലേക്ക് ഈ ചാപ്റ്റർ മാറ്റിവെക്കാൻ വേണ്ടി പാടില്ല. ഫസ്റ്റ് ടൈം എക്സാമിൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും ഉറപ്പിക്കണം. അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഒരാൾ പോലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 11th പ്ലസ് വണ്ണകത്തുള്ള ഈ കാണുന്ന ചാപ്റ്ററിൽ ഒന്നും അറിയില്ലെങ്കിലും ഭയപ്പെടേണ്ട. ഫ്രം ദി ബേസിക്സ്, എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, എന്താണ് നമുക്ക് റിലേഷൻ എന്ന് പറയുന്നത്, എന്താണ് നമുക്ക് ഡൊമെയിൻ, എന്താണ് കോഡൊമെയിൻ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകുന്നത്. ഇതറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ കൃത്യമായിട്ടൊരു ടൈം സ്റ്റാമ്പ് വെച്ചിട്ടുണ്ടാകും. പ്ലസ് ടു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഭാഗം വെച്ചിട്ടുണ്ടാകും. അത് മാത്രം കണ്ടാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന ക്ലാസ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ കാണണം. സോ മക്കളെ നമ്മുടെ ഗംഭീരമായിട്ട് റിലേഷൻസിലെ മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നു. ദി ഫസ്റ്റ് കോൺസെപ്റ്റ് ഈസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ കാണുന്ന ഒരു ഓക്കെ അറിയിക്കണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ കാണുന്ന വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യണം. നമ്മൾ തകർക്കാൻ വേണ്ടി പോകും. എന്താണ് ബേസിക്കലി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? മക്കളെ വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു സെറ്റ് എ ഉണ്ട്. ഞാൻ അതിനകത്ത് ഇപ്പോൾ പറയുന്നു ഒരു 3 ടൈപ്പ് പാൻറ് ഉണ്ട്. പാൻറ് ആൻഡ് ഷർട്ട് ഉണ്ട്. ഓക്കെ, സെറ്റ് എയിൽ ഞാനെടുത്തു ഷർട്ടാണ്, ഷർട്ട്. ആൻഡ് സെറ്റ് ബിയിലോ ഞാനെടുത്തു പാൻറ്. അപ്പോൾ ഷർട്ട് ഉണ്ട്, പാൻറ് ഉണ്ട്, നമുക്കറിയാം. ഷർട്ടിൻ്റെ കളർ ഞാൻ എഴുതി, ഇറ്റ്സ് സം റെഡ്, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ എഴുതി. ഞാൻ പാൻറ്റിൻ്റെ കളർ എഴുതി, ഇറ്റ്സ് നത്തിങ് ബട്ട് ബ്ലൂ ആൻഡ് ആഷ്. ചോദ്യം ഇത്ര മാത്രമാണ്, നിങ്ങൾക്ക് എത്ര പെയേഴ്സ് ഷർട്ട് ആൻഡ് പാൻറ് ഉണ്ടാക്കാൻ പറ്റും? പെയറാണ് വേണ്ടത്. ഷർട്ടും പാൻറ്റും എത്ര ഉണ്ടാക്കാൻ പറ്റും? ഒന്നെങ്കിൽ റെഡ് ഷർട്ടും ബ്ലൂ പാൻറ്റുമാകാം, അതുമല്ലെങ്കിൽ റെഡ് ഷർട്ടും ആഷ് പാൻറ്റുമാകാം. അപ്പോൾ റെഡ് ഷർട്ട് ആൻഡ് ബ്ലൂ പാൻറ് ആർ ബ്ലൂ, അതുമല്ലെങ്കിൽ റെഡ് ഷർട്ട് ബ്ലാക്ക് പാൻറ്, ബ്ലാക്ക് അല്ല ആഷ് ആയിരുന്നു കേട്ടോ, ആഷ് പാൻറ്. ഇങ്ങനെയാകാം. അങ്ങനെ റെഡിന് നമുക്ക് എന്താണ് 2 പോസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ സിമിലർലി എന്ത് പറയാൻ പറ്റും? ബ്ലാക്കിനും ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് 2 പോസിബിലിറ്റി ഉണ്ട്. വേറെ ഒന്നുമല്ലടാ, അത് ഈ പറയുന്ന ബ്ലാക്ക് ഷർട്ട് ബ്ലൂ പാൻറ്, ബ്ലാക്ക് ഷർട്ട് ആഷ് പാൻറ്. സിമിലർലി ഗ്രീനും ഇതുപോലെ തന്നെ ഗ്രീൻ ഷർട്ട് ബ്ലൂ പാൻറ്, ഗ്രീൻ ഷർട്ട് ആഷ് പാൻറ്. കഴിഞ്ഞു. മൊത്തം 6 കോമ്പിനേഷൻ. ഇതുപോലെ തന്നെയാണ് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും ഒക്കുറ ചെയ്യുന്നത്. എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെ എല്ലാ കോമ്പിനേഷനും എഴുതി വെക്കാം. ദേ എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റിലെ എൻ്റെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് 1, 2, 3 ആണ്. ബി എന്ന് പറഞ്ഞ സെറ്റിലെ എൻ്റെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് 5, 6 ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ മക്കൾ ഇത്ര മാത്രമാണ് ശ്രദ്ധിക്കണം. എ ആണ് ആദ്യം വന്നിരിക്കുന്നത്. ദി ഫസ്റ്റ് സെറ്റ് ഇസ് എ. ഫസ്റ്റ് സെറ്റ് എ ആയതുകൊണ്ട് നമ്മുടെ ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ ഫസ്റ്റ് സ്പേസിൽ ഫില്ല് ചെയ്യേണ്ടത് എ ആണ്. ആദ്യം വരുന്ന സെറ്റ് ഏതാണോ അവിടെ നിന്ന് വേണം നമ്മൾ എലമെൻ്റ് എടുക്കാനായിട്ട്. ഇവിടെ എ വന്നു, അതുകൊണ്ട് എയിലെ 1 എടുത്തു. ഈ കാണുന്ന 1ന് ആരുമായിട്ടൊക്കെ ഇങ്ങനെ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ 5 ഉണ്ടാക്കാം, അതുപോലെ തന്നെ 6 പറ്റും. അതായത് 1, 5 പറ്റും, 1, 6 പറ്റും. 1, 5 ആൻഡ് 1, 6. നമ്മളെന്ത് പറഞ്ഞു? 1ൻ്റെ പരിപാടി കഴിഞ്ഞു. 1 കഴിഞ്ഞാൽ അടുത്ത ആരാണ് മക്കളെ? അടുത്ത ആൾ 2 ആണെന്നറിയാം. നമ്മൾ നേരെ പോകുന്നു 2ലേക്ക്. ദേ 2 വന്നു കഴിഞ്ഞാൽ 2വിനും ഇതുപോലത്തെ 2 പോസിബിലിറ്റി ഉണ്ട്. 2, 5, 2, 6. സിമിലർലി എനിക്കിവിടെ 3 ഉണ്ട്. 3ക്കും 2 പോസിബിലിറ്റി. 3, 5, 3, 6. നമ്മളുടെ ഇങ്ങനെ ഓർഡേർഡ് പെയർ രൂപത്തിൽ എഴുതുക. ഇതിനാണ് നമ്മൾ വിളിക്കുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഫസ്റ്റ് സെറ്റ് എ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്പേസ് കംപ്ലീറ്റ്ലി എയിലെ എലമെൻ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഈ കാണുന്ന സ്ഥലത്തെ ഇവിടെ ബി ഉണ്ടാവാൻ പാടില്ല, 5 ഉണ്ടാവാൻ പാടില്ല, 6 ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സെക്കൻഡ് സെറ്റ് ആരാ? ബി ആണ്.
ബി. അതുകൊണ്ട് സെക്കൻഡ് സ്പേസ്, രണ്ടാമത്തെ സ്പേസ് കംപ്ലീറ്റ്ലി ഉണ്ടാവേണ്ടത് ആരാ മക്കളെ? അത് മറ്റാരുമല്ല, അത് ബിയിലെ ആൾക്കാരാണ്. ചോദ്യം ഇങ്ങനെ വരും. ഓക്കെ, നമ്മുടെ റിലേഷനിലേക്ക് നീങ്ങുന്നു, റിലേഷനിൽ നീങ്ങി അതുപോലെ തന്നെ അതിൻ്റെ ചോദ്യത്തിലേക്ക് പോകും. പെട്ടെന്ന് കൂട്ടോ, കണ്ടോ. റിലേഷൻ ബേസിക്കലി വേറെ ഒന്നുമല്ല, സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഈ കാണുന്ന ഹോൾ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻ. ഒരു ബന്ധമുണ്ടാക്കാം, ഒരു ചെറിയ ബന്ധം. ഞാൻ എൻ്റെ ഒരു ചെറിയ ബന്ധം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ദി ആർ എന്ന് പറഞ്ഞ റിലേഷൻ വേറെ ഒന്നുമല്ല, സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു 8. അതായത് ഓർഡേർഡ് പെയറിൽ എനിക്ക് എന്താ മക്കളെ ഒന്നുകൂടി ഉണ്ട്. എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. എ എവിടുത്തെ എലമെൻറ്റാ? എ എന്ന് പറയുന്നത് സെറ്റ് എ എലമെൻ്റ് ആണ്, ആൻഡ് ബി എവിടുത്തെ എലമെൻറ്റാ? സെറ്റ് ബി എലമെൻ്റ് ആണ്. കഴിഞ്ഞു. അപ്പോൾ ഈ കിടക്കുന്ന ഓർഡേർഡ് പെയറിൽ എന്താ പ്രത്യേകത? ഞാൻ ഇവന്മാർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 8 വേണം. 1,5 ആഡ് ചെയ്തു 8 കിട്ടിയ ഇല്ല 6. 1,6 ആഡ് ചെയ്തു 8 കിട്ടിയോ ഇല്ല 7. 2,5 അതും 7. 2,6 ഞാൻ ആഡ് ചെയ്തു 2 + 6 ഇറ്റ് ഈസ് സെയിം ആസ് 8 എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഈ കാണുന്ന റിലേഷനിലെ ഒരു എലമെൻ്റ് ആണ് 2,6. അടുത്ത ആളാണ് 3,5. 3 + 5 ഇറ്റ് ഈസ് സെയിം ആസ് അതും 8 തന്നെയാണ്. ഇങ്ങനെ 2 പേരാണ് നമുക്ക് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവുക. വേറെ ഒരാൾ പോലും നമുക്ക് എന്താണ് നമ്മുടെ റിലേഷൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ ബന്ധം എന്തായിരുന്നു? ഇവിടുത്തെ ബന്ധം മക്കളെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടുക. ഇങ്ങനെ എന്ത് ബന്ധം വേണമെങ്കിൽ പറയട്ടോ, ബന്ധം എന്തോ ആവാം. നമുക്കറിയാം റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, നമുക്ക് പല 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 റിലേഷൻസ് ഉണ്ട്. ബെസ്റ്റി ഉണ്ട്, അറിയായിരിക്കും. അതുപോലെ പെങ്ങളുട്ടി ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പിന്നെ അച്ഛൻ, അമ്മ, അങ്ങനെ ഒരുപാട് നമുക്ക് എന്താണ് റിലേഷൻ വേറെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത ചില റിലേഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിലത്തെ ഒരു ബന്ധം മാത്രമാണ് ഞാൻ എന്ത് പറഞ്ഞത്? A + B = 8. ദാറ്റ്സ് ഓൾ. അവസാനിച്ചു. ഇതിനകത്ത് റിലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ റിലേഷനിൽ ഒരുപാട് ഓർഡർഡ് പേഴ്സ് ഉണ്ട്. ഈ കാണുന്ന ഓർഡർഡ് പേഴ്സിലെ എക്സ് കോർഡിനേറ്റ്സ് നോക്കി, എക്സ് കോർഡിനേറ്റ്സിൻ്റെ കളക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ. സോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ റിലേഷനിൽ ഉള്ള എലമെൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ കളക്ഷൻ. ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റിലേഷനിൽ ഉള്ള എലമെൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ്സിൻ്റെ കളക്ഷൻ, അതാണ് റേഞ്ച്. സോ എക്സ് കോർഡിനേറ്റിൻ്റെ കളക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ, ആൻഡ് വൈ കോർഡിനേറ്റ്സിൻ്റെ കളക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അവസാനമായിട്ട് ഒന്നും കൂടിയുണ്ട് കോഡൊമെയിൻ. നമുക്കറിയാം ആർ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ആണ്. ഇവിടെ സെറ്റ് എ ക്രോസ് ബി ആണ്, അതുകൊണ്ട് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഹിയർ ദി റിലേഷൻ ആർ ഈസ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇതിലെ സെക്കൻഡ് സെറ്റ് ബി, ഇവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡൊമെയിൻ. ബസ് റിലേഷൻ ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ, റിലേഷൻ ആർ ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് സെറ്റ് വൈ, അതാണ് കോഡൊമെയിൻ. സോ എവിടെ നിന്ന് എങ്ങോട്ട് ആ ആരെ വന്ന് വീഴുന്നില്ലേ, അവനെ നമ്മൾ എന്ത് വിളിക്കും? അവനെയാണ് നമ്മൾ കോഡൊമെയിൻ എന്ന് പറഞ്ഞ് വിളിക്കാം. കഴിഞ്ഞു. ഇതാണ് ചോദ്യം. കാണുമല്ലോ. Let A equal to set of all x, y, z and B equal to set of all A, B, C, D. Which one of the following is not a relation? ഇതിനകത്ത് റിലേഷൻ അല്ലാത്തത് ഏതാണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അയ്യോ, ഇതിൽ വേറെ ബന്ധമൊന്നുമില്ലോ, ഇവിടെ A + B 8 ആണല്ലോ, അല്ല 8 അല്ലല്ലോ, അങ്ങനത്തെ ഒരു ബന്ധം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ലോ എന്ന് നിങ്ങൾ ആലോചിക്കാം. പക്ഷെ പേടിക്കണ്ട, വേറെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ റിലേഷൻ ഫ്രം എ ടു ബി ആണ്. ആർ ഇസ് ഫ്രം എ ടു ബി. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ആർ ഇസ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. നമ്മൾക്ക് ഈ കാണുന്ന റിലേഷനിൽ ഓപ്ഷൻസിൽ എ ക്രോസ് ബിയിലെ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പരിശോധിക്കാം. എ ക്രോസ് ബിയിലെ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഓർഡേർഡ് പെയറിലെ എക്സ് കോർഡിനേറ്റ് എയിൽ നിന്നാണ്, ഓർഡേർഡ് പെയറിലെ വൈ കോർഡിനേറ്റ് എവിടെ നിന്നാണ്? അത് ബിയിൽ നിന്നാണ്. ഞാൻ ഇത് നേരെ ഈ കാണുന്ന നോക്കി, എക്സ് എ എക്സ് സി, എക്സ് എവിടെ നിന്നാണ്? എയിൽ നിന്നാണ്, കുഴപ്പമില്ല. എക്സ് എ ശരിയാണ്. ആൻഡ് എ സി രണ്ടും ബിയിൽ നിന്നാണ്, നമ്മൾ ഹാപ്പിയാണ്. ഈവൻ റിലേഷണൽ എലമെൻ്റ് ആകാം. വൈ സി വൈ ഡി അതും ഓക്കെയാണ്. സെഡ് എ സെഡ് ഡി അതും ഓക്കെയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവസാനം സെഡ് ഓക്കെയാണ്, വൈ ഓക്കെയാണ്. എ നമുക്ക് ഈ സെറ്റിലുണ്ടോ? ഇല്ല. ഈ കാണുന്ന എ എവിടെ നിന്നാണ്? അത് ബിയിലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് ഈ കാണുന്നവൻ നമുക്ക് എവിടെയില്ല, അവൻ എ ക്രോസ് ബിയിലെ എലമെൻ്റ് അല്ല. എ ക്രോസ് ബിയിലെ എലമെൻ്റ് അല്ലെങ്കിൽ
ഇറ്റ് കാൻ ബി ആൻ എലമെന്റ് ഓഫ് റിലേഷൻ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഈ കാണുന്നതിനാണ് നമുക്ക് എന്ത് റിലേഷനിലെ എലമെന്റ് ആവാതിരിക്കുക. ഓക്കെ, ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവസാനമായിട്ട് +1 ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നമ്മൾ നേരെ +2ലേക്ക് നീങ്ങാൻ വേണ്ടി പോകുന്നു. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്പർ ഓഫ് റിലേഷനും അതുപോലെ തന്നെ നമ്പർ ഓഫ് എലമെന്റ് ഇൻ എ ക്രോസ് ബി. ഓക്കെ, സോറി, യെസ്, നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി. എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ വേറെ സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ എത്ര പേരുണ്ട് ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്, കഴിഞ്ഞു. നമ്പർ ഓഫ് റിലേഷൻ ആകുമ്പോഴോ മക്കളെ ആർ ഫ്രം എ ടു ബി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ അത് 2 എയിൽ എത്ര പേരുണ്ട് ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട് 2 നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബി. ഇതാണ് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്ര മാത്രമാണ് ഈ കാണുന്ന ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഇതാണ് നമ്മൾക്ക് ഉള്ള +1 ടോപ്പിക്. നൗ വി ആർ മൂവിങ് ഓൺ ടു +2. +2ലേക്ക് നീങ്ങുന്നു. ടൈപ്സ് ഓഫ് റിലേഷൻ. ഇവിടെയാണ് +2 ആരംഭിക്കുന്നത്. ഒരുപാട് ടൈപ്പ് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന എല്ലാ ടൈപ്പുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ദി ഫസ്റ്റ് ടൈപ്പ് ഈസ് യൂണിവേഴ്സൽ റിലേഷൻ. സോറി, ആ സെക്കൻഡാണ് വരുന്നത്. ഫസ്റ്റ് ഇവിടെ എന്താണ്? എംപ്റ്റി ആൻഡ് ഓർ void relation. empty or void relation. എന്താ പറയുന്നത് empty? കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ പണ്ട് +1 പഠിച്ചിരുന്നു empty set, void set, ഓർമ്മയുണ്ടോ? അപ്പോൾ empty relation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷനകത്ത് ആരുണ്ടാവില്ല, ഒരാൾ പോലും ഉണ്ടാവുകയില്ല. will be empty. relation will be empty. ഇത്തരത്തിൽ വരുന്ന റിലേഷനെ നമ്മൾക്ക് എന്ത് വിളിക്കാൻ പറ്റും? empty relation അല്ലെങ്കിൽ void relation എന്ന് വിളിക്കാം. എക്സാമ്പിളിൻ്റെ താഴെയുണ്ട്, നോക്കിയേ. സെറ്റ് എ ഉണ്ട് 1 2 3. ഈ കാണുന്ന 1 2 3 ഞാൻ എന്ത് ചെയ്തു? ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തു. സച്ച് ദാറ്റ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് x, y, x + y = 10. x + y എന്താവണം? 10 ആവണം. x + y 10 ആവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ ഓർഡറുടെ പേര് നിങ്ങൾ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പോൾ മൊത്തം 9 പേരുണ്ടാകും. 1 1 1 2 1 3, 2 1 2 2 2 3, 3 1 3 2 3 3. ഈ കാണുന്ന ഓർഡറുടെ പേരിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ എനിക്കൊന്ന് പറഞ്ഞു തരണം, ഇതിൽ ആരെങ്കിലും 10 ആകുമോ? മാക്സിമം എന്താ? 3,3 വരെ ആകാം, അതായത് 6 വരെ ആകാം. 6 വരെ 3 + 3 = 6. ഒരിക്കലും എന്താണ് 6ൻ്റെ മേലെ നമുക്ക് ഒരാളെ പോലും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. വിച്ച് മീൻസ് 10 ഒരിക്കലും കിട്ടില്ല. 10 കിട്ടില്ല. റിലേഷനകത്ത് ആരുമില്ല. ഇറ്റ് ഈസ് എംപ്റ്റി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഞാൻ എൻ്റെ നേരെ മുന്നോട്ട് പോകുന്നു ബാക്കിയിലേക്ക്. യൂണിവേഴ്സൽ റിലേഷൻ. ലെറ്റ് എ ബി എ സെറ്റ്. Then A cross A subset of A cross A. So it is a relation on A. നോക്കൂ, നമുക്ക് ഇവിടെ പ്രത്യേകത വേറൊന്നുമല്ല. നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ്. രണ്ടും സെയിം ആണ്, ഒരു മാറ്റമില്ല. രണ്ടും സെയിം ആൾക്കാർ, ഒരു മാറ്റമില്ല. അതായത് അശാൻ സെറ്റ് 1 2 3 എടുത്തു. നിങ്ങൾ ഇതിൻ്റെ കാർട്ടീഷ്യൻ എടുക്കാം, A cross A എടുക്കാം. എന്താ ക്രോസ് എ വരാം? 1 1 1 2 1 3, 2 1 2 2 2 3, 3 1 3 2 3 3. ഈ കാണുന്ന ഓർഡറുടെ പേരിലെ x, y നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വിച്ച് മീൻസ് x + y എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും 6ൻ്റെ മേലെ ഒരാൾ പോലും പോയില്ല. നോക്കിക്കോ, 1 1 1 2 1 3. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ 1 + 2 3, 3 + 1 ഇറ്റ്സ് 4, 1 + 1 2. അങ്ങനെ ഓർഡറുടെ പേർ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ മാക്സിമം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടി പോകും 6 ആണ്. അതെപ്പോഴും 10നേക്കാളും താഴെയാണ്. 10നേക്കാളും താഴെയാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ എല്ലാവരുടെയും സം എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് R എന്ന് പറയുന്നത് ആരായി മാറി? അത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് തന്നെയായിട്ട് മാറി. R = A cross A ആയിട്ട് മാറി. ഇത്തരത്തിൽ നമ്മുടെ റിലേഷനകത്ത് A cross A അല്ലെങ്കിൽ A cross Bയിലെ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിലേഷൻ. അവനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? യൂണിവേഴ്സൽ റിലേഷൻ എന്ന്. കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നു അടുത്തതിലേക്ക്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ടോപ്പിക്. റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആൻഡ് ഫൈനലി വി ഹാവ് ട്രാൻസിറ്റീവ് റിലേഷൻ. ശ്രദ്ധിച്ചു കേൾക്കാം. ഇവിടെയാണ് നമുക്ക് ബോർഡ് എക്സാമിന് നിരന്തരമായിട്ട് 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഒരു ചോദ്യം ഉണ്ടാവുക. റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഗൈസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം എന്താണ് ബേസിക്കലി റിഫ്ലെക്സീവ് റിലേഷൻ. മക്കളെ, എൻ്റെ സെറ്റ് ഉണ്ട് എ. ലെറ്റ് എ ബി ദി ഗിവൺ സെറ്റ്.
ഞാൻ എയിലെ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന എലമെൻറ്റ് അവനുമായിട്ട് തന്നെ മാപ്പ് ചെയ്യണം. എന്താ പറയുന്നത്? അതായത് എനിക്ക് സെറ്റ് എ ഞാൻ എക്സാമ്പിൾ എടുത്തു 1, 2 and 3 എടുത്തു. സെറ്റ് എയിൽ 1 ഉള്ളത് കൊണ്ട് നമ്മുടെ റിലേഷനിൽ നമുക്ക് നിർബന്ധമായിട്ടും ആരുണ്ടാവണം? 1,1 ഉണ്ടാവണം. 1 ഉള്ളത് കൊണ്ട് 1,1 വേണം. 2 ഉള്ളത് കൊണ്ട് എന്ത് വേണം? 2,2 വേണം. 3 ഉള്ളത് കൊണ്ടോ 3,3 വേണം. അതായത് സെറ്റ് എനകത്ത് ആരൊക്കെയുണ്ടോ അവൻ തന്നെ മാപ്പിംഗ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ റിലേഷൻ നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ? റിഫ്ലക്സീവ് എന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാവരും കാണുക. സെറ്റ് 1, 2, 3 ഉണ്ട്. എൻ്റെ ചോദ്യം ഇത്ര മാത്രമാണ്, ഇവൻ റിഫ്ലക്സീവ് ആണോ? ആശാൻ 2 ഉണ്ട് കേട്ടാ, ശ്രദ്ധിക്കട്ടാ. 1 ഉണ്ട്. അപ്പോൾ ആര് വേണം? 1 വേണം. ഉണ്ടാ? ഇല്ല, റിഫ്ലക്സീവ് അല്ല. ചോദിക്കും 2 ഉണ്ടല്ലോ, ആയിക്കൂടെ? പറ്റില്ല. 1 ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 1 2 ഉള്ളത് കൊണ്ട് 2 3 ഉള്ളത് കൊണ്ട് 3 ഈ കാണുന്ന റിലേഷനിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവൻ ആരാവുകയുള്ളൂ? അവൻ റിഫ്ലക്സീവ് ആവുകയുള്ളൂ. സോ ഈ കാണുന്നതിനകത്ത് ഇവൻ റിഫ്ലക്സീവ് അല്ല എന്ന് പറയാൻ പറ്റും. എന്തായാലും ഓപ്ഷൻ എ അല്ല ആൻസർ. ബാക്കി നമുക്കറിയില്ല, നമുക്ക് വഴിയെ പഠിക്കാം. ഞാൻ മുന്നോട്ട് പോകുന്നു, ബാക്കിയിലേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിതാ മറ്റൊരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരുന്നു. നോക്കൂ എല്ലാവരും. ഇതാണ് എൻ്റെ വേറെ എക്സാമ്പിൾ. ഇവിടെ എന്താ? സെറ്റ് 1, 2, 3, 4 ഉണ്ട്. 1, 2, 3, 4. ഇവൻ റിഫ്ലക്സീവ് ആണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇവൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ എന്ത് വേണം? സെറ്റ് 1, 2, 3, 4 ഉള്ളത് കൊണ്ട് നമ്മുടെ റിലേഷനകത്ത് 1, 1, 2, 2, 3, 3, 4, 4 4 പേരും വേണം. 1, 1, 2, 2, 3, 3, 4, 4. നോക്കൂ ആശാൻ, 1, 1 ഉണ്ടോ? ഉണ്ട്. 2, 2 ഉണ്ടോ? ഇല്ല, ഉണ്ട്. 3, 3 ഉണ്ടോ? ഉണ്ട്. 4, 4 ഉണ്ടോ? ഉണ്ട്. യെസ്, അവൻ റിഫ്ലക്സീവ് ആണ്. അവൻ റിഫ്ലക്സീവ് ആണ്, മനസ്സിലായി? അപ്പോൾ റിഫ്ലക്സീവ് ആകുമ്പോൾ സെറ്റിനകത്ത് ആരുണ്ടോ അവർക്ക് എല്ലാവർക്കും അവന്മാർ തന്നെ മാപ്പിംഗ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ബേസിക് ഡെഫിനേഷൻ പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക, മനസ്സിലാക്കൂ. ഇഫ് എ ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെയുണ്ട്? എയിലുണ്ടെങ്കിൽ ദെൻ എ ബിലോങ്സ് ടു 1. അങ്ങനെയാണെങ്കിൽ എ എവിടെ വേണം? അവൻ റിലേഷനിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളുടെ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന്. ഒരു ചോദ്യം നോക്കട്ടെ. 2025 ബോർഡ് എക്സാം ചോദ്യമാണ്. 2025 ഈവൻ എനിക്ക് റിഫ്ലക്സീവ് റിലേഷൻ ആവണം. ഈ കാണുന്ന സെറ്റ് എയിൽ ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തു. അവൻ റിഫ്ലക്സീവ് റിലേഷൻ ആകണമെങ്കിൽ മിനിമം എത്ര ഓർഡേഡ് പെയർ വേണം? എത്ര ഓർഡേഡ് പെയർ മക്കളെ? ആ കാണുന്ന റിലേഷനകത്ത് മിനിമം സെറ്റ് 1 ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഓർഡേഡ് പെയർ 1,1 ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ട്. 2 ഉള്ളത് കൊണ്ട് 2,2 ഉണ്ടായിരിക്കണം. 3 ഉള്ളത് കൊണ്ട് 3,3 ഉണ്ടായിരിക്കണം. കഴിഞ്ഞു. മിനിമം ഇത്ര പോരെ? ഈ കാണുന്ന 3 പേരുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി അല്ലേ? ഇവൻ റിഫ്ലക്സീവ് അല്ലേ? യെസ്, ഹീ ഈസ് റിഫ്ലക്സീവ് റിലേഷൻ. ഇത് റിഫ്ലക്സീവ് ആണ്. അപ്പോൾ എത്ര ഓർഡർ പേഴ്സ് വേണം? മിനിമം 3 ഓർഡേഡ് പേഴ്സ് വേണം. സെറ്റിൽ 3 എലമെൻറ്റ്, അതുകൊണ്ട് 3 ഓർഡേഡ് പേഴ്സ്. ചോദിക്കട്ടെ, സെറ്റിൽ 4 പേരുണ്ടെങ്കിലോ? 4 പേര് 1, 2, 3, 4 ആയിരുന്നെങ്കിൽ എത്ര ഓർഡർ പേഴ്സ് വേണം? 1, 1, 2, 2, 3, 3 and 4, 4 4 ഓർഡർ പേഴ്സ് വേണം. സെറ്റിൽ 5 പേരാണെങ്കിലോ? 1, 2, 3, 4, 5 ഉണ്ടെങ്കിൽ എത്ര ഓർഡർ പേഴ്സ് മിനിമം വേണം? 1, 1, 2, 2, 3, 3, 4, 4, 5, 5 5 പേര് വേണം. അങ്ങനെയാണെങ്കിൽ മക്കളെ സെറ്റിൽ മൊത്തം n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇത് പണ്ടൊരിക്കൽ ബോർഡ് എക്സാം ചോദ്യം തന്നെയാണ്, മനസ്സിലാക്കുക. സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര ഓർഡർ പേഴ്സ് വേണ്ടി വരും? 3 ആകുമ്പോൾ 3 ഓർഡർ പെയർ, 4 ആകുമ്പോൾ 4 ഓർഡർ പെയർ, 5 ആകുമ്പോൾ 5 ഓർഡർ പെയർ. സോ n ആകുമ്പോൾ n ഓർഡർ പേഴ്സ്. അതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ, n ഓർഡർ പേഴ്സ്. ഇതാണ് മക്കളെ റിഫ്ലക്സീവിൻ്റെ ഏറ്റവും ബേസിക് കണ്ടീഷൻസ്. നമ്മൾ നേരെ പോകുന്നു രണ്ടാമത്തെ ആളിലേക്ക്. ആൻഡ് ഹീ ഈസ് നത്തിങ് ബട്ട് സിമെട്രിക്. എന്താണ് സിമെട്രിക് പറയുന്നത്? റിഫ്ലക്സീവ് നമ്മൾ പറഞ്ഞത് സെറ്റിലാണ്. സെറ്റിൽ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ കാണുന്ന എലമെൻ്റ് അവനുമായിട്ട് മാപ്പ് ചെയ്യണം. എ സെറ്റിലുണ്ടെങ്കിൽ എ റിലേഷനിൽ ഉണ്ടാവണം. ബി സെറ്റിലുണ്ടെങ്കിൽ ബി റിലേഷനിൽ ഉണ്ടാവണം. സി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മുടെ സെറ്റിലുണ്ടെങ്കിൽ സി റിലേഷനിൽ ഉണ്ടാവണം. അതായിരുന്നു റിഫ്ലക്സീവ് എങ്കിൽ. സിമെട്രിക് പറയുമ്പോൾ ഒരിക്കലും സെറ്റല്ല പറയണ്ടേ. ഇവിടെ പറയണ്ടേ നമ്മൾ പറയേണ്ടത് റിലേഷനിലാണ്. റിലേഷനിൽ എനിക്കൊരു ഓർഡേർഡ് പെയർ എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ എ ബി നോക്കി, ഇഫ് എ ബി ബിലോങ്സ് ടു എ ബി എന്ന് പറഞ്ഞവൻ എനിക്ക് എൻ്റെ റിലേഷനകത്ത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും
ബി കോമ എയും ഉണ്ടായിരിക്കണം. ആശാൻ നമ്മളെന്ത് ചെയ്യുന്നു? ഒരു റിലേഷൻ കാണുന്നു, ചുറ്റും നോക്കുന്നു എ കോം ബി ഉണ്ടോന്ന്. എ കോം ബി കണ്ടുവന്നിരിക്കാം. അപ്പം ആര് വേണം? ബി കോമ എയും വേണം. എന്നാൽ മാത്രമേ അവൻ സിമെട്രിക് ആവുള്ളൂ. എങ്ങനെ ബി കോമ എ കോം ബി? മനസ്സിലായില്ല. ആശാൻ എ കോമ ബിനെ തിരിക്കുക. ബി കോമ എ കോമ ബി എ 1 2 ആണെങ്കിൽ തിരിച്ചെന്ത് കിട്ടുക? 2 1. പരിപാടി കഴിഞ്ഞു. ഈ ചോദ്യം നോക്കിയാൽ എല്ലാവരും ഇവൻ സിമെട്രിക് ആണോ? നിങ്ങൾ ഏത് എ കോമ ബിയും എടുക്കണം. ഫസ്റ്റ് എടുത്തു, ദേ ഇവിടെ ഒരു എ കോം ബി ഉണ്ട്. എയും ബിയും ഡിഫറെൻ്റ് കേട്ടോ. 1,3 എടുത്തു. 1,3 ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചാൽ എന്ത് കിട്ടും? 3,1 കിട്ടും. 3,1 ഉണ്ടോ? ഉണ്ട്. ഹാപ്പിയാണ്. ഇത് ഇവിടെ ഉണ്ട്. ഇവനപ്പം എന്തായി? സിമെട്രിക്കായി. അപ്പോൾ ചോദിക്കും ഒന്ന് മാത്രം നോക്കിയാൽ മതിയോ? പോരാ, എല്ലാ എ കോമ ബിയും പരിശോധിക്കണം. ഇത് നോക്കിയേ, എല്ലാ മക്കളും ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് മാത്രം നിർത്തരുത്. ഞാൻ ഇത് നേരെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നു. ഇവനെയും കൂടി ഇവൻ സിമെട്രിക് ആണോ? നിങ്ങൾ പോയി നോക്കി 1,2 ഫസ്റ്റ് ആളിനുണ്ട്. 1,2 ഉണ്ടെങ്കിൽ അവനെ തിരിക്കുമ്പോൾ 2,1 കിട്ടും. 2,1 ഇതിലുണ്ടോ? ഇല്ല. 2,1 കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, എവിടെയുമില്ല. അതുകൊണ്ട് ഈ കാണുന്ന റിലേഷൻ നമുക്കുള്ള സിമെട്രിക് അല്ല. ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും ഓപ്ഷൻ എ അല്ല എന്ന് പറയാൻ പറ്റും. അതേപോലെ ഓപ്ഷൻ സിയും അല്ല എന്ന് പറയാൻ പറ്റും. ഞാൻ ഓപ്ഷൻ ഡിനെ പറ്റി പറയാം. അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടി അറൈസ് ചെയ്യുന്നു. വേറൊന്നുമല്ല, 1,2 ഉണ്ടെങ്കിൽ ഞാനിതാ എഴുതി. ഇവിടെ 2,1 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് വിചാരിക്കാം. ഇപ്പോൾ ഇവൻ സിമെട്രിക് ആവോ? 1,2 ഉണ്ട്, 2,1 യെസ് സിമെട്രിക് എന്ന് ആരും പറയരുത്. എന്തുകൊണ്ടാണ്? 1,2 ഉണ്ടെങ്കിൽ 2,1 ഉണ്ടാവുക മാത്രം പോരാ. നിങ്ങൾ ഓരോ ഓർഡർഡ് പേർ എ കോമ ബിയും പരിശോധിക്കണം. ഇവിടെ ഇതാ 1,3 ഉണ്ട്. 1,3 ഉണ്ടെങ്കിൽ 3,1 ഉണ്ടാവണം. ഇവിടെ 3,2 ഉണ്ട്. 3,2 ഉണ്ടെങ്കിൽ 2,3 ഉണ്ടായിരിക്കണം. ഇങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ സിമെട്രിക് ആവുള്ളൂ. അതായത് ഏത് ഒരു എ കോമ ബിക്കും ബി കോമ ഐ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവൻ സിമെട്രിക് ആവുള്ളൂ. ഏതെങ്കിലും ഒരുത്തിന് ബി കോമ ഐ ഉണ്ടെന്ന് കരുതി അവൻ സിമെട്രിക് ആവണമെന്നില്ല. എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതെല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഞാൻ ഇത് നേരെ ചുമ്മാ ചോദിക്കുന്നു. ഈ കാണുന്ന റിലേഷൻ ഇതിൽ മക്കളെ ഇവൻ രണ്ടാമത്തവൻ സിമെട്രിക് ആണോ? അല്ല. എന്താ കാരണം? 1,2 ഉണ്ട്. ബട്ട് 2,1 ഡസ് നോട്ട് ബിലോങ്സ് ടു അവൻ സിമെട്രിക് അല്ല. ഇവൻ സിമെട്രിക് ആണോ? യെസ്, അവൻ സിമെട്രിക് ആണ്. കാരണം ഇവിടെ ഒറ്റ എ കോം ബി ഉള്ളൂ. 1,3 3,1 നമുക്ക് എന്താണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അവൻ സിമെട്രിക് ആണ് കേട്ടോ. വളരെ വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവസാന താളിലേക്ക് പോകുന്നു. ആൻഡ് ഹീ ഈസ് നത്തിങ് ബട്ട് ട്രാൻസിറ്റീവ്. എന്താ പറയുന്നത് മക്കളെ? എ കോമ ബിയും ബി കോമ സിയും ഉണ്ടെങ്കിൽ if a comma b comma c belongs to r, then a comma c belongs to r. Okay, if a comma b belongs to r and b comma c belongs to r, രണ്ടുപേരും വേണം. a comma b യും വേണം, b comma c യും വേണം. അങ്ങനെയാണെങ്കിൽ then a comma c belongs to r. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും എ കോമ സിയും നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവുള്ളൂ. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും പറയാം. ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം പ്ലീസ് ഗൈസ്, പ്ലീസ്. എ കോമ ബിയും ബി കോമ സിയും ഉണ്ടെങ്കിൽ എ കോമ സി വേണം. ഓക്കെ, ഇല്ലെങ്കിലോ എ കോമ സി വേണ്ട. ഒരു റിലേഷൻ നമ്മളെന്താണ് നോക്കുമ്പോൾ അവൻ ട്രാൻസിറ്റീവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഏത് സെറ്റ് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം അവിടെ പോയിട്ട് എ കോമ ബി ഉണ്ടോ നോക്കുന്നു. ഉണ്ട്. ബി കോമ സി ഉണ്ടോ നോക്കുന്നു. ഉണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് എ കോമ സിയുടെ ആവശ്യമുള്ളൂ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ഈ കാണുന്ന ചോദ്യം അത്യാവശ്യം നല്ല ചോദ്യമാണ്. മക്കളെ മനസ്സിലാക്കണം എല്ലാവരും. ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇവൻ ട്രാൻസിറ്റീവ് ആണെന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ എ കോം ബി ഉണ്ടോ? യെസ്, എ കോം ബി ഉണ്ട്. ഇവിടെ ഉണ്ട് 1,2. ബി കോമ സി ഉണ്ടോ? ബി കോമ സി. എന്താ ബി കോമ സി എന്ന് പറഞ്ഞാൽ 1,2 ഉണ്ടെങ്കിൽ ആശാൻ 1,2 ഉണ്ടെങ്കിൽ ഇനി ഇവിടെ ബി ആര B2 ആണെന്നറിയാം. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കണ്ടേ?
2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും. ഇവിടെ 2,2 ഉണ്ടെന്ന് പറയും. നിങ്ങളങ്ങനെ സെയിം എലമെൻ്റ് ആയിട്ട് മാപ്പ് ചെയ്യുന്നത് നോക്കണം എന്നില്ല. 2,2, 3,3, 1,1 നമ്മളെന്താണ് ട്രാൻസിറ്റീവ് എടുക്കുന്ന കേസിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കണമെങ്കിൽ നോക്കാം, 2,2 എടുക്കാം, പ്രശ്നമല്ല. അത് ഒരു മാറ്റർ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ തൽക്കാലം എന്ത് ചെയ്തു 2,-2,3യോ 2,1 അങ്ങനെ ആരുമില്ല. അപ്പോൾ A, B ഉണ്ട്, പക്ഷെ എന്താ B, C ഉണ്ടോ? B, C ഇല്ല. A, Bയും B, Cയും ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് A, Cയുടെ ആവശ്യമുള്ളൂ. A, Bയും B, Cയും ഉണ്ടെങ്കിൽ മാത്രമാണ് A, C. പക്ഷേ A, B ഉണ്ട്, B, C ഉണ്ടാ ഇല്ല. അപ്പോൾ A, C വേണം, A, Cയും വേണ്ട നമുക്ക്. അവൻ ട്രാൻസിറ്റീവ് ആണ്. A, Bയും B, Cയും ഉണ്ടെങ്കിലാണ് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്നൊരു ചോദ്യം പോലും ഉള്ളൂ. അല്ലാത്ത പക്ഷം അവൻ എപ്പോഴും ട്രാൻസിറ്റീവാണ്, എപ്പോഴും ട്രാൻസിറ്റീവാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നോക്കൂ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന കേസിൽ ഇവിടെ B, C ഇല്ല, അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? അവൻ ട്രാൻസിറ്റീവാണ്. ഞാൻ ചുമ്മാ ഒരു മനോഹരമായ എക്സാമ്പിളാണ്. R = സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെർ 1,2. മനോഹരമാണ് അവൻ, മനോഹരം. ഇവൻ ട്രാൻസിറ്റീവ് ആണോ ചോദ്യം. ഞാൻ പറഞ്ഞു A, Bയും B, Cയും ഉണ്ടെങ്കിൽ മാത്രമാണ് രണ്ട് പോസിബിലിറ്റി. ട്രാൻസിറ്റീവ് ആകാം, ട്രാൻസിറ്റീവ് ആകാതിരിക്കാം. ഓക്കെ, അങ്ങനെ ഇല്ലെങ്കിലോ എപ്പോഴും ട്രാൻസിറ്റീവാണ്. ഇവിടെ A, B മാത്രമേ ഉള്ളൂ, B, C ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടോ ഇവൻ ട്രാൻസിറ്റീവ് ആണോ എന്ന്? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ റൈസ് ചെയ്യുന്നില്ല. ഇവൻ എപ്പോഴും എന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഗൈസ് ഓക്കെ അല്ലേ? സോ ഞാൻ വീണ്ടും പറയുന്നു, A, B ഉണ്ടെങ്കിൽ മാത്രമാണ് B, Aയുടെ ആവശ്യം, സിമെട്രിക്. A, Bയും B, Cയും ഉണ്ടെങ്കിൽ മാത്രമാണ് A, C. ഓക്കെ, A, B മാത്രമാണെങ്കിൽ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട, ഹി ഈസ് ട്രാൻസിറ്റീവ്. ഇവൻ ട്രാൻസിറ്റീവ് ആയിരിക്കും. ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും, ബട്ട് പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു നല്ല ചോദ്യമാണ്, എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ. ഗൈസ്, ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് A 1 2 3 and relation is empty. R is empty. ഗൈസ്, ഇവൻ ട്രാൻസിറ്റീവ് ആണോ? ഞാൻ പറഞ്ഞു A, Bയും B, Cയും ഉണ്ടെങ്കിലാണ് നമുക്കൊരു ചിന്ത വേണ്ടത്, ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന്. ഇവിടെ A, B ഉണ്ടോ? ഇല്ല. B, C ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ചിന്തയെ വേണ്ട, അവൻ ട്രാൻസിറ്റീവ് ആയിരിക്കും. ഹി ഈസ് ട്രാൻസിറ്റീവ്. ഇവൻ സിമെട്രിക് ആയിരിക്കും. യെസ്, അവിടെ അങ്ങനെ തന്നെ. A, B ഉണ്ടെങ്കിൽ മാത്രമാണ് ചിന്തയെ വേണ്ടത് B, പറ്റിയിട്ട്. A, B ഉണ്ടെങ്കിലാണ് നമ്മൾ ആലോചിക്കുക, ഓക്കെ അവൻ സിമെട്രിക് ആകാം, സിമെട്രിക് ആകാതിരിക്കാം. A, B ഇല്ലെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, കണ്ണടച്ച് എഴുതിക്കോ, അവൻ സിമെട്രിക് ആണ്. ഇവൻ റിഫ്ലക്സീവ് ആവാൻ റിഫ്ലക്സീവ് നമ്മൾ പറയേണ്ടത് ഇവിടെ നിന്നല്ല, റിലേഷൻ എന്നല്ല, എവിടെ നിന്നാ? സെറ്റിൽ നിന്നാണ്. സെറ്റ് 1 2 3 സെറ്റ് 1 2 3 ആകുമ്പോൾ ഇവൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ 1 1 2 2 3 3 നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അവൻ റിഫ്ലക്സീവ് ആവുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി റിലേഷനിൽ 1 1 2 2 3 3 ഇല്ല. സോ ഹി ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഓക്കെ, അപ്പോൾ ഇത് റിഫ്ലക്സീവ് അല്ല, ഇത് സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. വളരെ മനോഹരമായ ഒരു എക്സാമ്പിളാണ്. എക്സാം ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കും. ഞാൻ മുന്നോട്ട് പോകുന്നു ബാക്കിയിലേക്ക്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇവൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് മാത്രമാണ് എൻ്റെ അവസാന ക്വസ്റ്റ്യൻ. 1,3 ഉണ്ട്, 3,1 ഉണ്ട്. നോക്കിയാൽ 1,3 നോക്കേണ്ടത് 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, 3,1 ഉണ്ട്. ഞാൻ 3,1 എടുത്തു. 3യും 3യും പോയാൽ ആരാശാൻ 1,1 വേണം. 1,1 നമ്മുടെ റിലേഷനിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ നോക്കിയേ, A, B ഉണ്ട്, B, C ഉണ്ട്. പക്ഷേ B പോയാൽ A, C കിട്ടി. A, C നമ്മുടെ റിലേഷനിൽ ഇല്ല. അവൻ ട്രാൻസിറ്റീവ് അല്ല. ഓ ട്രാൻസിറ്റീവ് നെഹിയേ ഭയ്യ, നെഹിയേ. അവൻ ട്രാൻസിറ്റീവ് അല്ല, സോ ട്രാൻസിറ്റീവ് അല്ല. റിഫ്ലക്സീവ് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. അവൻ റിഫ്ലക്സീവ് അല്ല എന്നറിയാം, സോ സിമെട്രിക് ഓപ്ഷൻ B മാത്രമാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഞാൻ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യനിലേക്ക് നീങ്ങുമ്പോൾ ഇവൻ നമുക്കറിയാവുന്ന കാര്യമായിരുന്നു. ഇവൻ എന്താണ്? ഇവൻ സിമെട്രിക് അല്ല എന്നറിയാമായിരുന്നു. ഇവൻ ട്രാൻസിറ്റീവ് ആണ്. അച്ഛൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? 1,2 കൊടുത്തു. ഓരോന്നിനും പരിശോധിക്കണം, ഓരോ കമ്പിക്കും 1,2 കൊടുത്തു. നോക്കേണ്ടത് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? 2 ഉണ്ട്, അത് വേണ്ട, ഒഴിവാക്കിയോ. വേറെ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല.
അപ്പോൾ ഇവന് ഒരു ബി കോമ സി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, ഞാൻ മാച്ചു. അടുത്ത കോമ്പിക്ക് പോയി. അടുത്ത കോമ്പി, നെക്സ്റ്റ് കോമ്പി ഇവിടെ 1,3. നോക്കണ്ടേ, 3 വെച്ച് ആരംഭിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അശാൻ ദേ 3,2. നമ്മൾ 3 നോക്കണ്ട, ഞാൻ പറഞ്ഞു 1 1 2 2 3 3 4 4 ഒഴിവാക്കാം. 3 2 ഉണ്ട്, അവനെടുത്തു. രണ്ടുപേരും ബിലോങ്സ് ടു ആറാണ്. അപ്പോൾ കോമൺ നമുക്കറിയാം, ഈ കാണുന്ന 3 പോയി, ബാക്കി ആരുണ്ട്? 1,2. അശാൻ 1,2 റിലേഷനിൽ ഉണ്ടോ? ഉണ്ട്. യെസ്. അപ്പോൾ ഇവൻ ഓക്കെ ആയി, ഇവനും ഓക്കെ ആയി. ഇനി അവസാനമായിട്ട് 3,2 കൂടി ബാക്കിയുണ്ട്. ഞാൻ എൻ്റെ 3,2 എഴുതി. 3,2 ഉണ്ട്. ഇതിൻ്റെ ബി ആരാ? 2 ആണെന്നറിയാം. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതുകൊണ്ട് ഇവനും ഓക്കെയാണ്. സോ ഇതിനകത്ത് ഏതൊരു എ കോമ ബിയും ബി കോമ സിയും എടുത്തു കഴിഞ്ഞാൽ എ കോമ സി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചു, വിച്ച് മീൻസ് ഹി ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, ഇവൻ ട്രാൻസിറ്റീവ് ആണ്, ഇവൻ സിമെട്രിക് അല്ല. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ, ബി. ഇനി ഇവനെ നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാതെയും ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഒരു വാക്കാണ് ഈക്വിവാലൻസ് റിലേഷൻ. ഒരു റിലേഷൻ ഈക്വിവാലൻസ് ആണെന്ന് പറയണമെങ്കിൽ അവൻ റിഫ്ലെക്സീവും അവൻ സിമെട്രിക്കും അവൻ ട്രാൻസിറ്റീവും ആയിരിക്കണം. ഇഫ് ആർ ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ഹി ഈസ് കോൾഡ് ആസ് ഈക്വിവാലൻസ് റിലേഷൻ. ക്ലോസ്. ഞാൻ നേരെ ചോദ്യത്തിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കെല്ലാവരും ഈ ഒരു ചോദ്യം. ഓപ്ഷൻ സി ഈക്വിവാലൻസ് ആണോ? അല്ല. എന്താ കാരണം? അവൻ റിഫ്ലെക്സീവ് അല്ല. 1 1 2 2 3 3 ഉണ്ടാകണമായിരുന്നു. 2 2 ഇല്ല, റിഫ്ലെക്സീവ് അല്ല. ഈവനും ഈക്വിവാലൻസ് അല്ല. എന്താ കാരണം? അവൻ സിമെട്രിക് അല്ല. 1,2 ഉണ്ട്, 2,1 ഇല്ല, സിമെട്രിക് അല്ല. ഒന്നാമത്തെ ആള് ഓപ്ഷൻ എ റിഫ്ലെക്സീവ് ആണോ? യെസ്. 1 2 3 ഉണ്ട്, 1 1 2 2 3 3 ഉണ്ട്. ഹി ഈസ് റിഫ്ലെക്സീവ്. അവൻ സിമെട്രിക് ആണോ? അച്ഛൻ സിമെട്രിക്. ഞാൻ പറഞ്ഞു എ കോമ ബി ഉണ്ടെങ്കിൽ ആണ് നമുക്കൊരു ചോദ്യമുള്ളൂ, സിമെട്രിക് ആണോ അല്ലയോ എന്ന്. അല്ലാത്ത പക്ഷം എപ്പോഴും സിമെട്രിക്കാണ്. ഇവിടെ എ കോമ ബി ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇപ്പം എന്ത് പറയാൻ പറ്റും? അവൻ സിമെട്രിക്കാണ്, കഴിഞ്ഞു. ട്രാൻസിറ്റീവ് അതുപോലെ തന്നെ എ കോമ ബിയും ബി കോമ സിയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചോദ്യം പോലും ഉള്ളൂ, ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന്. അല്ലാത്ത പക്ഷം കംപ്ലീറ്റ് ടൈം അവൻ ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ എ കോമ ബി ഇല്ല, ബി കോമ സി അതില്ല, ഒന്നും ചോദ്യമുള്ള ചോദ്യം പോലും ഇല്ല, അവൻ ട്രാൻസിറ്റീവ് ആണ്. സോ ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഓപ്ഷൻ എ അതൊരു ഇക്വിവാലൻസ് റിലേഷൻ ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒരുപാട് സ്ഥലങ്ങളിൽ നോട്ടാ നൺ ഓഫ് ദി എബോ പറയാറുണ്ട്. ബട്ട് ഗൈസ് ട്രസ്റ്റ് മീ, ദി റിയൽ ആൻസർ ഇസ് ഓപ്ഷൻ എ 1 1 2 2 3 3. It is reflexive, it is symmetric and it is transitive. Moving on to next one. എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് എഴുതുക. ഓക്കെ, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് റിലേഷൻ വിച്ച് ഇസ് സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോട്ട് ട്രാൻസിറ്റീവ്. അവൻ റിഫ്ലെക്സീവ് ആവാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആവാൻ വേണ്ടി പാടില്ല. ഞാൻ എഴുതി മക്കളെ ഒന്നാമത്തവൻ്റെ. ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഇത് NCERT ബുക്കിലെ ചോദ്യമാണ്. നമ്മൾ എല്ലാ ടൈപ്പും ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഞാൻ എഴുതി സെറ്റ് A 1 2 3 ആണ്. R = 1 1 2 2 3 3 ഒരു കാരണവശാലും എഴുതാൻ പാടില്ല. എന്താ കാരണം? എഴുതി കഴിഞ്ഞ സിമെട്രിക്കാ. ഞാൻ എഴുതി 1 2 ഉണ്ട്, 1 2 1 2 ഉണ്ടെങ്കിൽ സിമെട്രിക് ആവാൻ വേണ്ടി ആര് വേണം? 2 1 വേണം. സിമെട്രിക്കായി. റിഫ്ലെക്സീവ് ആണോ? അല്ല. ട്രാൻസിറ്റീവ് ആണോ? 1 2 ഉണ്ട്, 2 1 ഉണ്ട്. ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ ആര് വേണമായിരുന്നു? 1 1 വേണമായിരുന്നു. 1 1 ഇല്ല, റിഫ്ലെക്സീവ് ആണ്. രണ്ടാമത്തെ സിമെട്രിക് ആണ്, റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല കേട്ടോ. സോറി കേട്ടോ. അടുത്ത് ട്രാൻസിറ്റീവ് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക്. ട്രാൻസിറ്റീവ് ആവണം, പക്ഷെ എന്താ അശാൻ അവൻ റിഫ്ലെക്സീവ് ആവാൻ പാടില്ല, അവൻ സിമെട്രിക്കും പാടില്ല. സെയിം സെറ്റ് എയിൽ ഞാൻ ഡിഫൈൻ ചെയ്ത അടുത്ത റിലേഷനാണ് നേരത്തെ പറഞ്ഞ 1,2. ഇവൻ സിമെട്രിക് ആണോ? അല്ല. സിമെട്രിക് ആകണമെങ്കിൽ 1,2 ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 2,1 വേണമായിരുന്നു. സിമെട്രിക് അല്ല. കണ്ണടച്ച് പറയാൻ പറ്റും റിഫ്ലെക്സീവ് അല്ല. 1 1 2 2 3 3 വേണമായിരുന്നു. അല്ല. ട്രാൻസിറ്റീവ് ആണോ? യെസ്. A, B മാത്രമേ ഉള്ളൂ. A, Bയും B, C ഉണ്ടെങ്കിലേ ചോദ്യമുള്ളൂ അവൻ ട്രാൻസിറ്റീവ് ആണോ എന്ന്. A, B മാത്രമാണെങ്കിൽ ചോദ്യം പോലുമില്ല, അവൻ ട്രാൻസിറ്റീവ് ആയിരിക്കും. കഴിഞ്ഞു. അടുത്തേക്ക് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക്
ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. അവൻ റിഫ്ലക്സീവ് ആവണം, അവൻ സിമെട്രിക് ആയിരിക്കണം. പക്ഷെ എന്താണ്, അവൻ ട്രാൻസിറ്റീവ് ആകാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. വളരെ സുഖമായിട്ട് നമുക്കിത് ഈ കാണുന്നതിൽ തന്നെ എഴുതാം. ഓക്കെ, സോ ആർ ഈക്വൽ ടു റിഫ്ലക്സീവ് ആകണം എന്ന് പറഞ്ഞ വഴിക്ക് 1 1 വേണം, 2 2 വേണം, 3 3 വേണം. അല്ലാണ്ട് വേറെ കളിയൊന്നും പറ്റൂല. പറ്റൂല, തുറന്നു പറയാൻ പറ്റില്ല. ഇനി 2 3 എടുത്തു, 2 3 2 3 ഉണ്ടെങ്കിൽ അവൻ ട്രാൻസിറ്റീവ് ആകാൻ വേണ്ടി, സിമെട്രിക് ആകാൻ വേണ്ടി 3 2 വേണം. നിർബന്ധമാണ്. ഇനി ഞാൻ ഒപ്പം തന്നെ എടുത്തു ഒരു 3 1 3 1 സിമെട്രിക് ആകാൻ വേണ്ടി 3 1 ഉണ്ടെങ്കിൽ 1 3 വേണം. എടുത്തു. അപ്പോൾ നോക്കിയേ, 3 2 ഉണ്ട്, 2 3 ഉണ്ട്, 3 1 ഉണ്ട്. ട്രാൻസിറ്റീവ് ആകേണ്ട ആര് വേണം? 3 3 പോയി 2 1 വേണം. 2 1 ഉണ്ടോ? ഇല്ല, ട്രാൻസിറ്റീവ് അല്ല. പരിപാടി കഴിഞ്ഞു കേട്ടാ. അപ്പോൾ ഇങ്ങനെ വളരെ വളരെ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ത്രൂ എക്സ്പീരിയൻസ് എന്നെല്ലാം വരുന്നത്. നിങ്ങളെന്താണ് ചെയ്ത് നോക്കുക. ഇവൻ ട്രാൻസിറ്റീവ് അല്ല, നമ്മളെന്ത് ചെയ്യുക, ഇവനെ റിഫ്ലക്സീവ് ആക്കാൻ വേണ്ടി സാധിച്ചു. യെസ്, റിഫ്ലക്സീവ് ആക്കിയതിന് ശേഷം നമ്മളെന്താണ് സിമെട്രിക് ആക്കാൻ വേണ്ടി A, B എഴുതുമ്പോൾ നിർബന്ധമായിട്ട് അപ്പോൾ തന്നെ B, A കൂടി എല്ലാവരും എഴുതി പോവുക. സോ ഹി ഈസ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. അടുത്ത് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. റിഫ്ലക്സീവും ആവണം, ട്രാൻസിറ്റീവും ആവണം, പക്ഷെ എന്താണ്, അവൻ സിമെട്രിക് ആകാൻ വേണ്ടി പാടില്ല. റിഫ്ലക്സീവ് ആകണം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, എന്തായാലും 1 1 2 2 3 3 വേണം. ഇനി ഇതോടൊപ്പം ഏതെങ്കിലും ഒരു ഓർഡർഡ് പേർ A, B എഴുതി കൊടുക്കാം. 1 2 കൊടുത്തു. B, C ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, അവൻ ട്രാൻസിറ്റീവ് ആയിരിക്കും. A, B യും B, C ഉണ്ടെങ്കിലേ ചോദ്യമുള്ളൂ കേട്ടോ, അറിയാലോ. ഇവിടെ A, B ഉണ്ട്, B, 1 2 ഉണ്ടെങ്കിൽ സിമെട്രിക് ആകണമെങ്കിൽ 2 1 വേണം. 2 1 ഇല്ല, അവൻ ആരായി മാറി? അവൻ സിമെട്രിക് അല്ലാണ്ടായി മാറി. സോ ഇവൻ എന്തായി? ഇവൻ റിഫ്ലക്സീവ് ആണ്, ഇവൻ ട്രാൻസിറ്റീവ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി സിമെട്രിക് അല്ല. പക്ഷേ അവസാന ക്വസ്റ്റ്യൻ, സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകണം, ബട്ട് ഹീ ഷുഡ് നോട്ട് ബി റിഫ്ലക്സീവ്. വെരി ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് എംപ്റ്റി. റിലേഷൻ ഇസ് എംപ്റ്റി. എംപ്റ്റി റിലേഷൻ ആകുമ്പോൾ അവൻ എന്താണ്? അവൻ സിമെട്രിക് ആണോ? ആണ്. അവൻ ട്രാൻസിറ്റീവ് ആണോ? ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇതാണ് ഇവിടത്തേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ 1 2 ചോദ്യങ്ങൾ ചെയ്ത് ഈ കാണുന്ന ഒരു ഷോർട്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മറ്റ് ഭാഗങ്ങളും മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് പാർട്ട് 2 റിലേഷൻ്റെ ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ കാണുന്ന വീഡിയോ ആണ് ഏറ്റവും ബേസ്. കാരണം ഇവിടെയാണ് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവിൻ്റെയും ബേസിക്സ് എല്ലാവരും പഠിക്കേണ്ടത്. കണ്ടോളൂ, ഈ കാണുന്ന റിലേഷൻ നമ്മളോട് പറഞ്ഞാണ് കേട്ടോ. സോറി, ഇവിടെ ഇത് കറണ്ട് ട്രെൻഡിങ് ആണ്. 3x - y = 0. സെറ്റ് ഓഫ് ഓൾ A = 1 2 3 etc 14 വരെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 3x - y = 0 ആകുമ്പോൾ ഇംപ്ലൈസ് y = 3x. അപ്പോൾ ഞാൻ 6 എഴുതാൻ വേണ്ടി പോകുന്നു. x 1 ആയി നോക്കിയേ, ഈ കാണുന്നതിലത്തെ ഞാൻ ഓരോന്നും എടുക്കുന്നു. ആദ്യം ഞാൻ എക്സിനെ 1 എടുത്തു കഴിഞ്ഞാൽ 3 × 1 it is 3 1, 3. x 2 ആകുമ്പോഴോ 3 × 2 6 കിട്ടും. x 3 ആകുമ്പോൾ 9ഉം x 4 ആകുമ്പോൾ 12ഉം x 5 ആകുമ്പോൾ 15 കിട്ടും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 15 നമ്മുടെ ഈ കാണുന്ന സെറ്റിലെ എലമെൻ്റ് എല്ലാം, അതുകൊണ്ട് 4, 12 വരെ മാത്രമേ സാധിക്കുള്ളൂ. കഴിഞ്ഞു. ഇതാണ് റിലേഷൻ. നിങ്ങൾ പറയൂ, ഇവൻ റിഫ്ലക്സീവ് ആണോ? അല്ല. എന്താ കാരണം? സെറ്റ് എയിൽ 1 ഉണ്ട്. ഓക്കെ, R ഈസ് നോട്ട് റിഫ്ലക്സീവ്. എന്താ കാരണം? സെറ്റ് എയിൽ 1 belongs to A, ബട്ട് 1, 1 does not belongs to R. 1, 1 അവിടെ ഇല്ല, റിലേഷനിലില്ല. അതുകൊണ്ടെന്ന് പറയാൻ പറ്റും റിഫ്ലക്സീവ് അല്ല. അവൻ സിമെട്രിക് ആണോ? 1, 2 ഉണ്ട്, അല്ലെങ്കിൽ 1, 3 ഉണ്ട്. 1, 3 ഉണ്ടെങ്കിൽ സിമെട്രിക് ആകണമെങ്കിൽ ആര് വേണം? 3, 1 വേണം. ഉണ്ടാ? ഇല്ല. എന്താ എഴുതി? നോട്ട് സിമെട്രിക്. കാരണം 1, 3 belongs to R, ബട്ട് 3, 1 does not belongs to R. കഴിഞ്ഞു. അടുത്ത ട്രാൻസിറ്റീവ് ആണ്. 1, 3 ഉണ്ട്, 3, 9 ഉണ്ട്. 3 3 പോയാൽ 1, 9 ഉണ്ടോ? ഇല്ല. സോ നോട്ട് ട്രാൻസിറ്റീവ്. കാരണം 1, 3 belongs to R, 3, 9
belongs to R, but 1,9 does not belongs to R. So we can say that he is not ട്രാൻസിറ്റീവ്. സോ ഇത് റിഫ്ലെക്സീവ് അല്ല, ഇവൻ സിമെട്രിക് അല്ല, ഇവൻ ട്രാൻസിറ്റീവും അല്ല. ഇത്ര മാത്രമാണ് നമുക്കെന്ത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്നത്. ഇനി ഒരുപാട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇങ്ങനത്തെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഈ കാണുന്ന പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യന് പുറമെ ഒരു ചെറിയ ഫോർമുലയും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഇവനാണ്. എല്ലാവരും കേട്ട് പഠിച്ചോളൂ. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ. ചോദ്യങ്ങൾ പൊതുവെ എക്സാമിന് ഉണ്ടാവാറില്ല. എക്സാം ഹാർഡ് ആവുകയാണെങ്കിൽ ചോദിക്കാം. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഫോർമുല 2⁻n²-. n എന്താണ്? സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്. എക്സാമ്പിൾ ഇതാണ്. നമ്മുടെ സെറ്റിൽ 2 പേരുണ്ട്. ഇവിടെയുള്ള നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ എത്രയാണ്? 2⁻. മക്കളെ n എന്ന് പറഞ്ഞാൽ സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം. സോ n²- ഇതാണ് ഫോർമുല. which is same as 2⁻n എന്ന് പറയുന്നത് 2 ആണ്. 2² - 2 which is same as 2² 4 ആണെന്നറിയാം. 4 - 2 it is 2. so 2² എന്ന് കിട്ടി. the answer is 4. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ആൻഡ് നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ്റെ ഫോർമുല ഒന്ന് ചുമ്മാ ഓർത്തിരിക്കുക. 2⁻n × n/2. ഇത്ര മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും മനോഹരമായ ഫോർമുലാസ് പഠിക്കാൻ വേണ്ടിയുള്ളത്. നമുക്ക് എന്താണ് കുറച്ച് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യാൻ വേണ്ടിയുണ്ട്. ഈ കാണുന്ന എല്ലാ പ്രൂവ് ദാറ്റുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വേറെ ഒരു ദിവസം വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഗൈസ് ബൈ. പാർട്ട് 2 പിന്നീട് കാണാം. സോ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഈ കാണുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പാർട്ട് 2 വേണമെങ്കിൽ വേണമെന്നും എന്തെങ്കിലും ഡൗട്ടും ചോദിക്കാം. എല്ലാം പക്കയായിട്ട് നമ്മൾ തകർത്ത് പഠിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ബോർഡ് എക്സാമിനും ഫസ്റ്റ് ടൈം എക്സാമിനും എല്ലാത്തിലും തന്നെ ഫുൾ മാർക്ക് നേടണം എന്ന് പറഞ്ഞുകൊണ്ട് signing off, Afnas, AK from Xylem Learning. Thank you all. Thank you.